എല്ലാവർക്കും നമസ്കാരം. സോ ഏർലി ഏജിൽ റിട്ടയർമെൻറ്റിലേക്കൊക്കെ പ്രതീക്ഷിക്കുന്നവർ, റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുക. ഒരു തൊഴിൽ 50 വയസ്സ് 60 വയസ്സ് വരെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് തൊഴിലെടുത്ത് പിന്നെ ഒരു റിട്ടയർമെൻറ്റിലേക്ക് പോയിട്ട് പിന്നെ ജീവിതം ആസ്വദിക്കുക എന്ന് പറയുന്നതൊക്കെ പഴയ കാല കൺസെപ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അതാണല്ലോ അതിൻ്റെ സത്യം. ഇപ്പോഴത്തെ മോഡേൺ നമുക്ക് ട്രാവലിങ്ങും പല രാജ്യങ്ങളൊക്കെ കാണാനും പിന്നെ പലതരത്തിലുള്ള ഒരു എൻജോയ്മെൻ്റൊക്കെ, എന്നാൽ ഫാമിലി, ബിസിനസ് അല്ലെങ്കിൽ ജോലി, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒത്തിരി എന്താ പറയുക എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഏജ് ലെവൽ 35-40 ഇയേഴ്സിലൊക്കെ ആകുമ്പോഴേക്കും കംഫർട്ടബിളായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ ലംസം നിങ്ങൾ സേഫായിട്ട് നിങ്ങളുടെ പർപ്പസിലേക്ക് വേണ്ടിയിട്ടും അതിനോടൊപ്പം നിങ്ങൾ മാരീഡായി കുട്ടികളുണ്ടായി, അപ്പോൾ കുട്ടികളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടും ഒക്കെ സേഫ് ആക്കണം. എപ്പോഴും നമ്മളെല്ലാവരും ജീവിക്കാൻ മറന്നു പോകുന്നത് നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ മറന്നു പോകും. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ജീവിക്കാനുള്ള ജീവിതം നമ്മൾ മറന്നു പോകുന്നു എന്നുള്ള ഒരു സ്വാഭാവികമായൊരു തോന്നൽ പലർക്കും ഉണ്ടാവാം. എന്തൊക്കെയാണ് അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത്? ഓൾ ബിക്കോസ് ഓഫ് എല്ലാം വന്ന് നിൽക്കുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഫൈനാൻസ് തന്നെയാണ്, അല്ലേ? ബിക്കോസ് ഓഫ് ലിമിറ്റഡ് എമൗണ്ട് ചിലപ്പോൾ കുറച്ചുണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ വലിയ ഹയർ സ്റ്റഡീസ് നോക്കണം, അവരെ വലിയ വലിയ നിലയിലേക്ക് എത്തിക്കണം എന്നൊക്കെ പാടുപെട്ട് നിൽക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്ടിൻ്റെ കാര്യങ്ങൾ, മറ്റ് നമ്മളുടെ എന്താ പറയുക ഗ്രോത്ത് ആസ്പെക്റ്റ് ആയിട്ടുള്ള പല വിഷയങ്ങൾക്കും നമുക്ക് എന്ത് വേണം? കാശ് വേണം. അപ്പോൾ ഈ കാശിന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് എങ്ങനെ ഇതൊരു പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ചെറുപ്പ ഏജിൽ തന്നെ നിങ്ങളുടെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് എന്താ പറയുക ഒരു 20 ഇയേഴ്സ് ആൻഡ് എബോവിലൊക്കെ വന്ന് നിങ്ങളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ, എസ്പെഷ്യലി നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. നിങ്ങളെപ്പോലുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുക. ഇൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് നിങ്ങൾക്കിത് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. എത്ര എളുപ്പത്തിൽ നമ്മൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം, അതിനോടൊപ്പം തന്നെ നമ്മളുടെ ചുമ്മാ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നമുക്ക് എന്ത് അഡ്വൈസസ് വേണേലും നമുക്ക് ആരിൽ നിന്നും വേണേലും ലഭിക്കും. പക്ഷേ എങ്ങനെ പ്രാക്ടിക്കലി നമ്മളുടെ കയ്യിൽ നിന്നും 10 പൈസ നമ്മൾ സമ്പാദിക്കുന്ന കാശിൽ നിന്നും നമ്മൾക്ക് വേണ്ടിയിട്ട് കൂടി നമ്മളത് ചിലവഴിക്കുക, അതിനുള്ള കാശ് നമ്മൾ കണ്ടെത്തുക, അതിനോടൊപ്പം നമ്മളുടെ എഫേർട്ട് ഇല്ലാതെ തന്നെ നമ്മളുടെ കാശ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളുടെ കുട്ടികളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എങ്ങനെ അതിന് മുതൽക്കൂട്ടാക്കി മാറ്റാം എന്നുള്ളതാണ്. ഹാർഡ് വർക്ക്, ഹാർഡായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ല, സ്മാർട്ടായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ നടത്താമെന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡീസാണ്. അതിൽ നിങ്ങൾക്ക് ഒരു പോയിൻ്റ് നമ്പർ 1 എന്ന് പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചു എന്ന് വെച്ചോളൂ. നിങ്ങളുടെ സാലറി ഇപ്പോൾ 20,000 റുപ്പീസ് സാലറി ഉള്ള, അല്ലെങ്കിൽ പോട്ടെ 50,000 റുപ്പീസ് സാലറിയിലേക്ക് ഉള്ള ഒരു ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചു എന്ന് കരുതുക. ഓക്കെ, സോ ഇൻ ഫസ്റ്റ് 1 ഇയറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറഞ്ഞത് മാസം, അതായത് ഒരു 5 lakhs റുപ്പീസ് നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. ലോൺ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ഇൻ മൊബൈൽ ആപ്സൊക്കെ വഴി തന്നെ നമുക്ക് പല ലോൺസും നമുക്ക് അവൈലബിൾ ആണ്. ക്വിക്കായിട്ട് നമുക്ക് 6 മാസത്തെ നമ്മളുടെ സാലറി ക്രെഡിറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന നമ്മളുടെ സ്ലിപ്പ് കാണിച്ചാൽ തന്നെ നമുക്ക് ലോൺ ലഭിക്കും. നിങ്ങൾ 5 ലക്ഷം രൂപ ലോൺ എടുക്കുക, നല്ല ശ്രദ്ധിക്കുക. 5 ലക്ഷം രൂപ ലോൺ എടുക്കുക. 50,000 റുപ്പീസ് നിങ്ങളുടെ സാലറിയാണ്. അതിൽ നിങ്ങൾക്ക് റീസണബിളി ഒരു മാസത്തെ EMI 5 വർഷത്തേക്ക് തന്നെ 5 വർഷത്തെ ടെനറിൽ നിങ്ങൾ ലോൺ എടുക്കുക. ഒരു മാസം നിങ്ങൾക്ക് ആവറേജ് ഒരു 15,000 to 16,000 റുപ്പീസ് അത് തന്നെ മാക്സിമം ആവത്തുള്ളൂ. 5 ലക്ഷത്തിന് നമ്മൾ മാസം പേ ചെയ്യേണ്ടി വരിക. അത് നിങ്ങൾ പേ ചെയ്യുക. പ്ലസ് ഈ 5 ലക്ഷം രൂപ നിങ്ങൾ എടുത്ത ലോൺ എന്ത് ചെയ്യണം? ആ 5 ലക്ഷം രൂപ എടുത്ത ലോൺ നിങ്ങൾ അങ്ങനെ ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ
ഏത് ഫണ്ടിൽ നിക്ഷേപിക്കണം? ഒരു മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് അവൈലബിൾ ആണ്. മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നോർമലി മിഡ് ക്യാപ്പ് മാത്രം, മിഡ് ക്യാപ്പ് പ്ലസ് സ്മോൾ ക്യാപ്പും കൂടെ ചേർത്തിട്ടായിരിക്കും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഓവർ എ പീരീഡ് ഓഫ് 5 years കഴിയുമ്പോൾ നമ്മളുടെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ നമുക്കൊരു 15% റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ടാവും. CAGR റിട്ടേൺ. അതായത് അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ലോൺ എടുത്ത 5 ലക്ഷം രൂപ എത്രയായിട്ട് മാറാം? കുറഞ്ഞത് 10, 10.5, 11 ലക്ഷം രൂപ വരെ ആകാം. ആ 11 എന്നുള്ളത് ഒന്നിന് നിങ്ങളങ്ങ് അവോയ്ഡ് ചെയ്യൂ. 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ ഇനി ഒരു 5 ലക്ഷമായിട്ട് ടോട്ടൽ അത് 10 ലക്ഷമായിട്ട് മാറും. ക്ലിയർ? ആ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാണ്? മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള. മിഡ് ക്യാപ്പ് സെക്ടറിലുള്ള ഏതെങ്കിലും നല്ല മ്യൂച്വൽ ഫണ്ട്, ഞാൻ ഇന്ന കമ്പനിയിൽ നിന്നൊന്നും ഞാൻ പറയാനില്ല, ബിക്കോസ് ഞാനൊരു അഡ്വൈസറി ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതല്ല. ഒത്തിരി ഫണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ മിഡ് ക്യാപ്പ് ഫണ്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിൻ്റെ ഫണ്ട്സ് അവൈലബിൾ ആയിരിക്കും. എക്സാമ്പിൾ SBIയുടെ ഉണ്ടാവാം, HDFC ഉണ്ടാവും, ICICI ഉണ്ടാവും. ഇതൊക്കെ നല്ല ട്രാക്ക് റെക്കോർഡും ഉണ്ടാവും. അതേമാതിരി നല്ല എന്താ പറയുക, നല്ല ഫണ്ട് മാനേജേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് തൊട്ട് മുന്നത്തെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീം, ഞാനിപ്പോൾ മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞു, ആ മിഡ് ക്യാപ്പിൽ ഏത് ഫണ്ട് ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ഫണ്ട് ഫാക്ട് ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് ബെസ്റ്റ് ഫണ്ട് ഏതാണ്. ബെസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് നോട്ട് ദ ടോപ്പ് പെർഫോമിംഗ് ഫണ്ട്. ഏറ്റവും ഹൈ പെർഫോം ചെയ്ത പ്രീവിയസ് ഹിസ്റ്ററി ഉള്ള ഫണ്ട് ഒരിക്കലും അടുത്ത് വരാൻ പോകുന്ന 5-10 കൊല്ലത്തേക്ക് ബെസ്റ്റ് പെർഫോമർ ആകണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ അത് ആകില്ലേന്ന് ചോദിച്ചാൽ അത് ആകാനും സാധ്യതയുണ്ടാകും. സോ അതുകൊണ്ട് ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി മാത്രം നോക്കിയാൽ പോരാ. ഫണ്ട് ഫാക്ട് ഷീറ്റിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ആൽഫ റേഷ്യോ എന്നാൽ എന്ത്, ബീറ്റ വാല്യൂ എന്നാൽ എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാൽ എന്ത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഏത് ഫണ്ടിലേക്ക്, ഏതൊക്കെ ഈക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഏതൊക്കെ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മിഡ് ക്യാപ്പ് ഫണ്ട് ആണെങ്കിൽ മിഡ് ക്യാപ്പിലുള്ള ഏതൊക്കെ തരം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ആസ് എ സിവിലിയൻ, സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും വായിക്കേണ്ട. ഫണ്ട് ഫാക്ട് ഷീറ്റ് നോക്കിയിട്ട് നമുക്ക് പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അത് എങ്ങനെയെന്നുള്ളത് പ്രീവിയസ് വീഡിയോ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കുക. ഇപ്പോൾ അതിനുള്ള സമയമില്ല. ഇപ്പം നമുക്ക് എങ്ങനെ വൈസായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഓക്കെ, സോ 5 lakhs 5 yearsലേക്ക് നമ്മളൊരു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിക്കുക. നല്ല ഫണ്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ നിക്ഷേപിക്കുക. ദെൻ അത് 5 years വരെ നിങ്ങൾ അതിനെ കണ്ടിന്യൂ ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ആ ഒരു പീരീഡിൽ ചെയ്യുന്നില്ല. വരുന്ന പിന്നെ 5 കൊല്ലത്തേക്ക് നിങ്ങൾ അതിൻ്റെ EMI അടയ്ക്കുന്നു. ആ ലോൺ ക്ലോസ് ചെയ്യാനുള്ള പ്രോസസ്സ് മാത്രം നിങ്ങൾ ചെയ്യുന്നു. 5 lakhs നിങ്ങൾ അങ്ങനെ ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു. 5 years കഴിഞ്ഞു. പോസ്റ്റ് 5 yearsൽ ദാറ്റ് 5 lakhs ബിക്കംസ് 10 lakhs. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ 5 വർഷത്തേക്ക് നിങ്ങൾ അതിലേക്ക് എടുത്ത ടോട്ടൽ എഫേർട്ട് എന്ന് പറയുന്നത് ആ 5 lakhsലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 50,000 സാലറി എന്നുള്ളത് 5 കൊല്ലം കഴിയുമ്പോൾ തീർച്ചയായും നാച്ചുറലി അതിനൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ആ കടവും നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റും. പേഴ്സണൽ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ 10 lakhs നിങ്ങളുടെ കയ്യിൽ വരുന്നു എന്ന് അസ്യൂം ചെയ്യാം. ഓൾമോസ്റ്റ് വന്നിരിക്കും. 90% നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ 10 lakhs കയ്യിലുണ്ട്. ഈ 10 lakhsന് നിങ്ങൾ എന്ത് ചെയ്യുക? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. വീണ്ടും 5 lakhs ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു 5 lakhsനെ നിങ്ങൾ ഫോർ എ നെക്സ്റ്റ് 20 yearsൽ നിങ്ങളുടെ ഏജ് ഇപ്പോൾ 20 to 25 years ആണെന്ന് വെച്ചോളൂ. ഓക്കെ, 20 to 25 yearsനുള്ളിലുള്ള ഒരു യൂസർ അല്ല ഒരു ഇൻവെസ്റ്ററാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഏറ്റവും എക്സ്ട്രീം കേസ് തന്നെ നമുക്ക് എടുക്കാം. 25-ാമത്തെ വയസ്സിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 25 മുതൽ അടുത്ത 5 കൊല്ലത്തേക്ക് നിങ്ങൾ ചെയ്യാൻ പോകുന്ന 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോർ അപ് ടു, അപ്പോൾ നിങ്ങളുടെ 30 വയസ്സായി. നിങ്ങൾക്ക് 30 വയസ്സിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് 10 ലക്ഷമായിട്ട് മാറി. ഈ 10 ലക്ഷം എന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 5 ലക്ഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ 5 ലക്ഷം രൂപ നിങ്ങൾ ലംസമായിട്ട് ഒരു ഫണ്ടിലേക്ക് നിക്ഷേപിക്കുക.
അതെന്ത് ചെയ്യുക, ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കുക. കുറച്ചും കൂടി നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ഫണ്ടിൽ ഉപയോഗിച്ചാലും പ്രൊട്ടക്ഷൻ കിട്ടും, പ്രൊവൈഡഡ് വരാൻ പോകുന്ന 20 കൊല്ലത്തേക്ക് നിങ്ങളതിനെ നിക്ഷേപിക്കുക. എത്രയാ? 20 ഇയേഴ്സിലേക്ക് നിങ്ങളുടെ ഫണ്ട് എത്ര രൂപ? 5 ലക്ഷം രൂപ. നിങ്ങൾക്ക് 50 വയസ്സാകുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് അത് എന്താ പറയുക, ഒരു അസറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് അതിൻ്റേതായ രീതിയിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ നമ്പർ 1? ഞാനതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 കണ്ടീഷനെയും നമുക്ക് ഇനിയിപ്പോൾ സ്ക്രീനിൽ പോയിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഫിഗേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് കാര്യം പിടികിട്ടും. ലെറ്റ്സ് ബിഗിൻ അവർ സ്ക്രീൻ നൗ. സോ നിങ്ങളുടെ ഏജ് ബിറ്റ്വീൻ 20 ആൻഡ് 25 ഇയേഴ്സിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളുടെ റവന്യൂ ഇപ്പോൾ 50 ആണ്. മന്ത്ലി നിങ്ങളുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് 50,000 ആണെന്ന് കണ്ടീഷനുള്ള ഒരു കാറ്റഗറി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോഴത്തെ സാലറി സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ്. ഇതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എൻലാർജ്മെൻറ്റ്, നിങ്ങൾക്കതിൻ്റെ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച്, നിങ്ങളുടെ റവന്യൂ പ്രൊപ്പോർഷൻ അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനൊരു 50,000 സാലറി ലഭിക്കുന്ന ഒരു നോർമൽ കാറ്റഗറി മാത്രമേ ഇവിടെ കൺസിഡറേഷനിൽ കൊണ്ടുവരുന്നുള്ളൂ. ഈ പ്രൊപ്പോർഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വൽ പ്രൊപ്പോർഷൻ എന്താണോ അതിനെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാം. ധനിലേക്ക് പോവുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് ധൻ മ്യൂച്വൽ ഫണ്ട് കാൽക്കുലേറ്റർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ ധനിൻ്റെ മ്യൂച്വൽ ഫണ്ട് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ലഭിക്കും. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ധൻ SIP കാൽക്കുലേറ്റർ. നമുക്ക് ഇനീഷ്യലി നമുക്ക് ലംസം കാൽക്കുലേറ്റേഴ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്കിപ്പോൾ ലംസമായിട്ട് നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, നമ്മൾ ആദ്യം 5 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുന്നു. ലോൺ എടുക്കുമ്പോൾ നമുക്ക് എന്താ ആദ്യം വരിക, ലംസം. നമ്മൾ എന്ത് ചെയ്യുന്നു, ലോൺ എത്ര ലക്ഷം? 5 lakhs നമ്മൾ ലോൺ എടുക്കുന്നു. അപ്പോൾ 5 lakhs നമ്മൾ 5 lakhs ലോൺ എടുത്തു. എത്ര നമ്മുടെ എക്സ്പെക്റ്റഡ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള ഇക്വിറ്റി സെഗ്മെൻറ്റിലുള്ള മ്യൂച്വൽ ഫണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നു. ഓക്കെ, ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് നമുക്ക് ഏറ്റവും മിനിമം എക്സ്പെക്റ്റേഷനായിട്ട് തന്നെ നമ്മൾ കൺസർവേറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ 15% പെർ ആനം നമുക്ക് എക്സ്പെക്റ്റേഷൻ CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് 15% ഏറ്റവും മിനിമമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സാധ്യത നമുക്കതിന് എക്സ്പെക്റ്റ് ചെയ്യാം. 15% ഫോർ എ പീരീഡ് ഓഫ് എത്ര? 5 years. നോക്കൂ, 5 years പീരീഡ് നമ്മൾ ടാർഗറ്റ് ചെയ്താൽ നമുക്ക് ഓവറോൾ 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ കാൽക്കുലേറ്റർ പറഞ്ഞു തരുന്നത് എത്രയാണ്? 10 lakhs 5,000. അത് നിങ്ങൾ റൗണ്ട് അപ്പ് ചെയ്ത് 10 lakhs ആക്കൂ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 5 lakhs. റിട്ടേൺ എത്രയാണ്? അതേമാതിരി 5 lakhs 5,000 whatever. ഇത് ഏറ്റവും റീസണബിളായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന റിട്ടേൺ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 10 lakhs ആയി. ഇനി പോയിന്റ് നമ്പർ 2, ഈ 10 lakhs നമ്മൾ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കുട്ടികൾക്ക് മാത്രമായിട്ട് ജീവിച്ചാൽ പോരല്ലോ, നിങ്ങൾക്കും ജീവിക്കണ്ടേ? നാളെ 40 വയസ്സ് കഴിഞ്ഞു, 50 വയസ്സ് കഴിഞ്ഞൊക്കെ ആണല്ലോ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണ്ടി വരിക? മെഡിക്കൽ എക്സ്പെൻഡിച്ചേഴ്സ്. നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് കടക്കും. ആ സമയത്തൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് നമ്മൾ പോകും. അതിലേക്ക് വേണ്ടുന്ന ബാക്കിയുള്ള ചിലവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാലറീസിലും ഇതിലൊക്കെ അത് മീറ്റ് ചെയ്ത് പോകും. പക്ഷേ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു റിച്ച് അല്ല, അത് വലിയ കോടീശ്വരനാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ജീവിതം സന്തോഷകരമായിട്ട് ആരെയും ആശ്രയിക്കാതെ നാളെ ഒരു നാളത്തെ കാലത്ത് മക്കൾ നമ്മുടെ കൂടെ ഇല്ല, മക്കൾ നമ്മളെ സഹായിക്കുന്നില്ല, അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ഒരു സാഹചര്യം വന്നു എന്ന് വെച്ചോളൂ. വന്നാലും ഇല്ലെങ്കിലും നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ, നല്ലത് തന്നെ നടക്കട്ടെ. എന്നാൽ പോലും ഫിനാൻഷ്യലി നമ്മൾ എപ്പോഴും ആരെയും ആശ്രയിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളായിട്ട് മാറാൻ വേണ്ടുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ 5 lakhs ഈ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ട് വരാൻ പോകുന്ന അടുത്ത 15 അല്ലെങ്കിൽ 20. എന്തുകൊണ്ടാണ് ഞാൻ 20 years എന്ന് പറയാൻ കാരണം, നിങ്ങൾ നോക്കൂ, ഇതേ 5 lakhs തന്നെ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് 5 lakhs ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടിയിട്ട്. അതെന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കാശ് നമ്മളിനി ഒന്നും തൊടുന്നില്ല, നമ്മുടെ സാലറിയിൽ നിന്നും വേറൊന്നും ചെയ്യുന്നില്ല. സാലറിയൊക്കെ വീണ്ടും നമ്മളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിന്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതം നയിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചിലവഴിച്ചാൽ പോലും ഈ 5 ലക്ഷം രൂപ, ഒരു 5 ലക്ഷം രൂപ മകൾക്കോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എത്ര വർഷത്തേക്ക്? വരാൻ പോകുന്ന 20 yearsലേക്ക്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 20 years ആണെങ്കിൽ CAGR നമുക്ക് ഉറപ്പായിട്ടും 16% ആൻഡ് എബോവ് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ അതും ഏത് ഫണ്ട് ഉപയോഗിക്കുക? നിങ്ങൾ കുറച്ചും കൂടി സേഫർ ഫണ്ട്, എന്താ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിലേക്ക് പോവാം.
സ്മോൾ ക്യാപ്പ് ഓൾസോ ഇസ് ഗുഡ്. അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടിലേക്ക് പോവുക, ദാറ്റ് ഈസ് ഫാൻറ്റാസ്റ്റിക്. ഹൈബ്രിഡ് ഫണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നിനെ ജയൻറ്റ് ക്യാപ്പ് ഉള്ളതിലേക്ക് പോകരുത്, ലാർജ് മിഡ് ആൻഡ് സ്മോളും കൂടെ കമ്പൈൻ ചെയ്ത് ലഭിക്കുന്ന ഫണ്ടുണ്ടോ എന്ന് നോക്കുക, കമ്പൈൻ ചെയ്ത് നോക്കുക. മിഡ് ക്യാപ്പ് ഫണ്ടിൽ നിങ്ങൾ സെലക്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ലാർജ് ആൻഡ് മിഡ് എന്ന് പറയുന്ന ഫണ്ട് നോക്കാൻ മതി. ഗ്രോത്ത് ഫണ്ടിലേക്ക് പോകരുത്, തൊട്ട് മുന്നേ ഉള്ള ബാക്കിയുള്ള ഫണ്ട്സിലേക്കൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസർവേറ്റീവായിട്ട് 16% പെർ ആനം ഫോർ എ പീരീഡ് ഓഫ് നെക്സ്റ്റ് 20 ഇയേഴ്സ്, അല്ല നെക്സ്റ്റ് 15 ഇയേഴ്സ് ആദ്യം കണക്ക് കൂട്ടി നോക്കൂ. അടുത്ത 15 കൊല്ലത്തേക്കാണ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ 5 ലക്ഷം രൂപ എത്രയായിട്ട് മാറും? 46 ലക്ഷം രൂപയായിട്ട് മാറും. 5 lakhs എന്ന് പറയുന്നത് 46 lakhs. ഇത് പക്ഷേ നിങ്ങൾ 20 ഇയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിലോ അത് നേരെ ഡബിളായി 97 crores, ഓൾമോസ്റ്റ് 1 crore ആൻഡ് എബോ നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചിലവഴിക്കുന്നു? 0 ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഈ ഓൾറെഡി നമ്മൾ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് 20 കൊല്ലം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 1 കോടി രൂപ. ഇത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക. ഇനി അതേമാതിരി ഇനിയൊരു 5 ലക്ഷം ഉണ്ടല്ലോ, അതിനും ഇതേമാതിരി ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 20 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതും എത്രയായിട്ട് മാറും? 1 crore. അപ്പോൾ 1 + 1 2 crores അവിടെയുണ്ട്. 1 crore ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ യുവർ കിഡ്സ്. 1 crore ഡെഡിക്കേറ്റഡ് ഫോർ യു ആൻഡ് യുവർ വൈഫ്, അല്ലെങ്കിൽ യു ആൻഡ് യുവർ ഹസ്ബൻഡ്, നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. തീർന്നില്ല, ഇനിയും ഒരു മെത്തഡോളജി കൂടിയുണ്ട്. ആദ്യത്തെ 5 കൊല്ലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? EMI അടച്ചു, അല്ലേ? ആ EMI അടച്ച മാതിരി തന്നെ നിങ്ങൾ അടുത്ത ഒരു 15 കൊല്ലത്തേക്കും കൂടി, ഓർ ഈ 15 പറ്റുമെങ്കിൽ 20 കൊല്ലത്തേക്കും കൂടി ലംസമിനോടൊപ്പം തന്നെ മാസം ഒരു SIPയും കൂടി ചെയ്യുക. Not for a period of 5 years or 10 years, minimum 15 years to 20 years ടാർഗറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു SIPയും കൂടെ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ എമൗണ്ട് 20,000 ആയിട്ട് മാറ്റുക. ഓക്കെ, 20,000 ആയിട്ട് മാറ്റുകയാണെങ്കിൽ ഞാനിപ്പോൾ കാൽക്കുലേറ്റർ പോയിട്ട് ഇപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് 20 ഇയേഴ്സ് പീരിയഡിൽ മക്കൾക്ക് 1 കോടി, നിങ്ങൾക്ക് 1 കോടി. ഇത്രയും രൂപ 0 ആണ്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ നിങ്ങളൊന്നും തൊടേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്ത് വെച്ചേക്കുക. അത് താനേ നമ്മുടെ ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന പൈസയാണെന്ന് ഓർക്കണം. 2 crores. ദെൻ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, നമ്മളൊരു SIP സെലക്ട് ചെയ്യുക. SIPയിൽ എന്താണ് ഞാൻ പറഞ്ഞ മാതിരി 5 കൊല്ലം കഴിഞ്ഞു, നിങ്ങളുടെ ലോൺ അടവൊക്കെ കഴിഞ്ഞു, രണ്ടും ക്ലിയറായി, ലോണൊന്നും ഇല്ലാത്ത കണ്ടീഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പറ്റുമെങ്കിൽ നിങ്ങളുടെ SIP മാസം നിങ്ങൾ മാറ്റി വെക്കുന്ന തുക ഒരു 20,000 rupees നിങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, 20,000 rupees. 20,000 ഫോർ എ പീരിയഡ് ഓഫ്, അതും നമുക്ക് SIP ആണെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ് എന്താണ്? നമ്മുടെ CAGRൻ്റെ പെർസെൻറ്റേജ് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ ഏറ്റവും കൺസർവേറ്റീവായിട്ട് വീണ്ടും 16% പെർ ആനം CAGRൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 15 ഇയേഴ്സ് ആണെങ്കിൽ നോക്കൂ, അത് തന്നെ അഡീഷണലി എത്രയായി? 1.5 കോടി രൂപ നമ്മൾക്കിവിടെ നമുക്ക് 149 ഉണ്ട്. പക്ഷേ അത് ടോട്ടൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? അപ്പോൾ 15 കൊല്ലത്തേക്ക് 36 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമുക്ക് റിട്ടേൺ എത്രയാണത്? 1,13 ലക്ഷം. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് 1.5 കോടി രൂപയായിട്ട് നമുക്കത് റിട്ടേൺ വരും ഫോർ എ പീരീഡ് ഓഫ് 15 ഇയേഴ്സ്. പക്ഷേ ഇതേ 15 ഇയേഴ്സിൽ നിന്ന് നിങ്ങളൊരു 5 വർഷത്തേക്കും കൂടെ അതിന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതാണ് ഇതിൻ്റെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ വാല്യൂ. നോക്കൂ, 15 കൊല്ലം കഷ്ടപ്പെട്ട നിങ്ങളുടെ അപ്പോൾ വയസ്സ് എത്രയായി? ഇപ്പോൾ നിങ്ങൾക്ക് 25 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വയസ്സ് എത്രയായി? 40 വയസ്സായി. 40 വയസ്സിൽ നിന്നും അത് ആദ്യത്തെ 5 കൊല്ലത്ത് പോയിട്ട് പിന്നീടുള്ളതെന്ന് പറയുമ്പോൾ അപ്പം ടോട്ടൽ 20 വർഷമായി. അപ്പം 45ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് എന്തായി? ഇത് 1.5 കോടി രൂപ നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ് നിങ്ങളുടെ SIPയിൽ നിന്ന് നിങ്ങൾക്ക് 1.5 കോടി രൂപ ഏറ്റവും കുറഞ്ഞത് വെരി മച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള, വെരി മച്ച് പോസിബിൾ ആയിട്ടുള്ള എമൗണ്ട്. ഇതിനും പ്ലസ്സേ കിട്ടാൻ സാധ്യതയുള്ളൂ. കുറഞ്ഞത് 2 കോടിയെങ്കിലും വരാം. പക്ഷേ ഞാൻ ആ കണക്കിലേക്ക് പോകുന്നില്ല. വളരെ കുറച്ചായിട്ട് നിങ്ങൾ നോക്കിയാൽ പോലും നിങ്ങൾക്ക് 1.5 കോടി രൂപയ്ക്ക് പുറത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു.
അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ ഏറ്റവും വലിയ പോയിന്റ്, നിങ്ങൾ ഈ 15 എന്ന് പറയുമ്പോൾ 45ാമത്തെ വയസ്സായി. അപ്പോൾ 50 വയസ്സ് വരെ നിങ്ങൾ അതിനെ ഒന്നും കൂടി നിങ്ങൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 20 ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, വെറും 1.5 കോടി ഒരു 5 കൊല്ലവും കൂടെ കഴിഞ്ഞപ്പോൾ അത് എത്രയായിട്ട് മാറി? 3.5 കോടി രൂപയായിട്ട് മാറും. 3.5 എന്ന് പറയുന്നത് 101% ഒരു 4-4.5 വരെയൊക്കെ അത് പോകും. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് വളരെ കൺസർവേറ്റീവായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. 4-4.5 പോകും. നിങ്ങൾ അതൊന്നും നോക്കണം. ഞാൻ നമ്മുടെ ഇതിൽ 3.5 കോടി രൂപയുടെ നിങ്ങൾക്ക് അപ്പോൾ എത്രയായി? നിങ്ങളുടെ 50ാമത്തെ വയസ്സിൽ നിങ്ങൾ ആകെ നിങ്ങളുടെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നിങ്ങളുടെ ലംസം നിങ്ങൾ ലോൺ എടുത്ത വെറും 5 ലക്ഷം രൂപ, അത് നിങ്ങൾക്ക് 50ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കി തന്നു നോക്കൂ. 1 കോടി രൂപ നിങ്ങൾക്ക് അതിൽ നിന്ന് മാത്രം 0 എഫേർട്ടിൽ, നിങ്ങൾ വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് 1 കോടി രൂപ അങ്ങനെ കിട്ടുന്നു. രണ്ടാമത്, ഈ 20,000 രൂപ മാസം അതിനുശേഷം നിങ്ങളുടെ 5 കൊല്ലത്തിന് ശേഷം, ആദ്യത്തെ 5 കൊല്ലത്തിന് ശേഷം നിങ്ങൾ 20,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഫോർ എ പീരീഡ് ഓഫ് അപ് ടു 20 ഇയേഴ്സ് ഒരു മാസം 20,000 രൂപ നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റിയാൽ, അതിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ ചേർന്നിട്ടാണെങ്കിൽ പോലും ഒതുക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ 50th ഇയർ ആകുമ്പോൾ, നിങ്ങളുടെ 50 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നു? 3.5 കോടി പ്ലസ് ആദ്യം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ 1 കോടി രൂപ, അതും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് തന്നെ 1.5 കോടി വരും. എന്നാലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് 3.5 പ്ലസ് 4 ഏതാണ്ട് 4-4.5 കോടി രൂപ വരെ നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? നിങ്ങളുടെ 50ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുട്ടികൾക്കുള്ള എമൗണ്ട് അല്ല, കുട്ടികൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുട്ടികൾക്കിലേക്ക് ഡൈവേർട്ട്. ഇനി അടുത്ത് ചെയ്യേണ്ട പ്ലാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്ര ആയില്ലേ? അപ്പോൾ ഇത് തന്നെ 3.5 പ്ലസ് 1 4.5 പ്ലസ് കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ച 1 കോടി 5.5 കോടി രൂപ കയ്യിലുണ്ട്. ടോട്ടലി 50ാമത്തെ വയസ്സിൽ നിങ്ങൾ 5.5 കോടി രൂപ ഏറ്റവും മിനിമമായിട്ടാണ് ഞാൻ പറയുന്നത്. 5.5 മുതൽ 6 ആവാം, ചിലപ്പോൾ അത് 7 കോടിയും വരെ ആയിന്ന് വരാം. ഇനി എന്താ ചെയ്യേണ്ടത്? അത് കോർപ്പസ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പോകേണ്ടത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, SWP എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. SWPയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോട്ടെ, ഓവറോൾ എല്ലാം നിങ്ങളുടെ കോർപ്പസ് 45-50ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഒരു 5 കോടി രൂപ കോർപ്പസ് വന്നു എന്ന് തന്നെ വെച്ചോളൂ. ഉറപ്പായിട്ടും നിങ്ങൾ 50 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 45ാമത്തെ ഇതാ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, എനിക്കിപ്പോൾ 44 കഴിഞ്ഞ 45th ഏജിലേക്ക് വരിക. ഞാൻ ഇതേ പ്ലാൻ ഞാൻ അന്ന് ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ അന്ന് പറഞ്ഞു തരാൻ ആളില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രൊസീഡ് ചെയ്തു തരാൻ ആളില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഇതേ ഇതിൽ ഞാൻ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു ലെവലിൽ നിൽക്കേണ്ട ആളാണ്. എനിക്ക് നല്ല ഹെൽത്തിയാണ്. ഈ ഒരു ഏജിൽ തന്നെ എന്താ ചെയ്യാൻ പറ്റും? എനിക്ക് എൻജോയ്മെൻറ്റ് ഇതൊക്കെ നടത്തണം. എനിക്ക് പല രീതിയിലും എന്താ പറയുക, ടൂറ് പോകണം, അത് പോകണം, ഇത് പോകണം എന്നൊക്കെ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഏർലിയർ റിട്ടയർമെൻറ്റിലേക്കൊക്കെ പോകാനുള്ള മോഹം ഉണ്ടാവണമെങ്കിൽ എനിക്ക് ഈ ഒരു സഫീഷ്യൻ്റ് എമൗണ്ട്, ഒരു 6-6.5 കോടി രൂപയുണ്ട്. എൻ്റെ കിഡ്സ് തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ മകൻ ആക്ച്വലി ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ പ്രാക്ടിക്കലി പറയുന്നുണ്ട്, എനിക്ക് ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഒരു മടിയുമില്ല. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ കുഞ്ഞിപ്പോൾ പഠിക്കുന്നത് 4th സ്റ്റാൻഡേർഡിലാണ്. ഓക്കെ, ചിലർ കുറച്ചുകൂടെ ഏർലിയർ മാരേജിലേക്ക് പോയിട്ടുണ്ടാവും. എന്നാൽ പോലും അവരുടെ കുട്ടികൾ ഏർലിയർ ഓൺ ആൻ ആവറേജ് 45 ഇയേഴ്സൊക്കെ ഉള്ള ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടി ഇപ്പോൾ ഒരു 10ാം ക്ലാസ് മാക്സിമം 10ാം ക്ലാസ് റേഞ്ചിലൊക്കെ ആയിരിക്കും അവർ പഠിക്കുന്ന വരിക അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ ഇപ്പോൾ 5-6 കോടി രൂപ നമ്മുടെ ലംസമായിട്ട് എല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത്രയ്ക്കും നമ്മളുടെ സാലറിയിൽ നിന്നും വേറെ ഒന്നും അഡീഷണലി വരുന്നില്ല. ഈ 20 ഇയേഴ്സിനുള്ളിൽ 50,000 എന്ന് പറയുന്നത് എത്രയോ വലുതാവാൻ സാധ്യതയുണ്ടാവാം. വേറെ പല സോഴ്സസിൽ നിങ്ങൾക്ക് ഇൻകം ഒക്കെ വരാം. അപ്പോൾ ഇതൊരു സബ്സിഡറി ഇൻകമായിട്ട് മാത്രം തന്നെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയ കോർപ്പസ് നിങ്ങൾക്ക് കയ്യിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊരു സാഹചര്യം വരുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഒരു വർഷത്തേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ലംസം എമൗണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 5 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനെ നിങ്ങൾ SWPയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. അവിടെയും നിങ്ങൾക്ക് 15% റിട്ടേൺ ഉണ്ടെന്ന് സങ്കല്പിക്കൂ. 5 കോടിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട്. ഇൻറ്റു 15/100 നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം അതിൽ നിന്നും നമ്മൾക്ക് ഇൻക്രീസിൽ ലഭിക്കേണ്ടുന്ന കാശ് എന്ന് പറയുന്നത് 75 lakhs rupees നമുക്ക്
വീണ്ടും പിന്നെയുള്ള ഓരോ വർഷത്തിൽ നിന്ന് നമുക്ക് 75 ലക്ഷം രൂപ വരെ നമുക്ക് ഒരു വർഷം അതിൽ നിന്ന് ലഭിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വിഡ്രോവൽ പ്ലാൻ. 50 വയസ്സ് വരെ നമ്മൾ ജോലി ചെയ്തു, ഒരു മാസം എനിക്ക് 5 ലക്ഷം രൂപ എനിക്ക് വിഡ്രോവലായിട്ട് വേണം എന്ന് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, നിങ്ങളുടെ കോർപ്പസ് അവിടെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങളുടെ 5 കോടിയോ 6 കോടിയോ എത്ര ജനറേറ്റ് ആയോ അത് അവിടെ തന്നെ നിങ്ങൾ വച്ചിട്ട് നിങ്ങൾ ആ ഫണ്ടിനെ അങ്ങനെ ഏതിലേക്ക് മാറ്റുന്നു? ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ആ വിഡ്രോവൽ പ്ലാനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എനിക്ക് സാലറി ആയിട്ട് മാസം തോറും 5 ലക്ഷം രൂപ പോരട്ടെ. സിമ്പിൾ. 5 ലക്ഷം രൂപ പോരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തു നോക്കൂ. 5 ലക്ഷം ആണെങ്കിൽ, ഒരു മാസം 5 ലക്ഷം രൂപയാണെങ്കിൽ ഒരു വർഷം അത് എത്രയാകും നമുക്ക് കിട്ടുക? 5 × 12 60 ലക്ഷം രൂപ. ഈ 60 ലക്ഷം രൂപ നിങ്ങൾക്ക് ചുമ്മാ കിട്ടുകയാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ച 5 or 6 ലക്ഷം, ഞാൻ 5നെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ 5 കോടി രൂപ എന്ന് പറയുന്നത് അതിൽ നിന്നും നമ്മൾ SWP എന്ന് പറയുന്ന പ്ലാനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതും ഇതേമാതിരി മ്യൂച്വൽ ഫണ്ട് സ്കീം തന്നെയല്ലേ. അതിനും നമ്മൾക്ക് പിന്നെയും വരാൻ പോകുന്ന കാലത്ത് അതും 15% പെർ ആനം നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അത് പ്ലാൻ നോക്കി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് 15% നോക്കൂ. 15 ആണെങ്കിൽ അത് തന്നെ ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? അറൗണ്ട് 75 lakhs ആണ്. അതിൽ നിന്നാണ് നമുക്ക് എത്ര കിട്ടുന്നത്? നമ്മളുടെ 60 ലക്ഷം പോയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാപിറ്റലിൻ്റെ പുറത്ത് നമ്മളുടെ പൈസ തന്നെ നമ്മൾക്ക് വേണ്ടി കൂടുതലായിട്ട് കാശും സമ്പാദിക്കുന്നു. അതിൽ നിന്ന് നമ്മൾക്ക് മാസം തോറും ശമ്പളം പോലെ നമുക്ക് ഫ്രീ ആയിട്ട്, ഫ്രീ അല്ല, അത് നമുക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. ആ പൈസ നമുക്ക് 60 ലക്ഷം രൂപ തന്നാലും പിന്നെയും 15 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫണ്ടിലേക്ക് അത് വീണ്ടും ആഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ ക്യാപിറ്റൽ അവിടെ സുരക്ഷിതവുമാണ്, വളർന്നുകൊണ്ടേയിരിക്കുന്നു, ചെറിയ രീതിയിൽ വളർച്ചയുണ്ട്. നമുക്ക് ലാവിഷായിട്ട് നമുക്ക് കുറഞ്ഞ പക്ഷം നമുക്ക് 5 lakhs റേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടുന്നു? റിട്ടേൺ നമുക്ക് ലഭിക്കും വിത്തൗട്ട് എനി ജോബ്. നിങ്ങൾ ഒരു ജോബും ചെയ്യേണ്ട, നിങ്ങൾക്ക് അത് തരുന്നു. അതിനോടൊപ്പം ബാക്കിയും നിങ്ങൾ അത്രയും കാലം നിങ്ങളുടെ ബാലൻസ് സാലറീസിലും ബാലൻസ് നിങ്ങളുടെ ഏർണിങ്സിലും ഒക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു സൈഡിൽ നിൽക്കും. ഇതൊരു ഫ്രീ ക്യാഷായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അതിൽ നിന്ന് എത്ര വേണേലും കൊടുക്കാം. അവർക്കുള്ള നിങ്ങളുടെ കാലശേഷം ആ എമൗണ്ട് മുഴുവനും മക്കൾക്ക് പോകുന്ന രീതിയിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു വെച്ചോളൂ. ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഏർലി റിട്ടയർമെൻ്റ് ആണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. ബെറ്റർ ഈ പറയുന്ന 45 ഇയേഴ്സൊക്കെ ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആയില്ലേ, 40-45 റേഞ്ചിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിന് നിങ്ങൾ ഇനിയിപ്പോൾ ഈ പാറ്റേണിൽ നിന്നും നിങ്ങൾ എത്ര വ്യതിയാനം വരുത്തുന്നു അതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ്ലി കൂടാനും കുറയാനും സാധ്യതയുണ്ട്. മാസം 20,000 രൂപയ്ക്ക് പകരം മാസം 50,000 രൂപ പേ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എത്രയായിരിക്കും നിങ്ങൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ജിയോമെട്രിക്കലി ആണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ മാറുക. 20,000 വെച്ച് പേ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 20 ഇയേഴ്സ് കഴിയുമ്പോൾ 3.5 lakhs കിട്ടുന്നു. ഇത് 50,000 വെച്ചാണ് നിങ്ങൾ കെട്ടുന്നത് നോക്കൂ. ഒരു മാസം 50,000 ഒക്കെ വളരെ എക്സെപ്ഷണൽ കേസാണ്. എന്നാലും പറയാം, നോക്കൂ, 8,74,00,000 രൂപ. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അതേമാതിരി ഇനീഷ്യൽ ക്യാപിറ്റൽ നിങ്ങൾ ലംസമായിട്ട് ആദ്യത്തെ 5 കൊല്ലം ഉപയോഗിക്കുന്നത് നോക്കൂ. അത് നിങ്ങൾ പരമാവധി നിങ്ങൾ ഇത്തിരി ആസ്തിയൊക്കെ ഉള്ള നല്ല ഇച്ചിരി ആസ്തി കൂടുതലുള്ള ആളാണെങ്കിലോ നിങ്ങൾക്ക് കൂടുതൽ ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതും നിങ്ങൾക്ക് അങ്ങനെ ആ പൈസ 5 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചെടുക്കാം. നിങ്ങൾ ലോൺ എടുക്കണമെന്നല്ല, ലോൺ അല്ലാണ്ട് വേറെ അസറ്റായിട്ട് കയ്യിൽ ക്യാഷൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 5 ലക്ഷം രൂപയ്ക്ക് പകരം നിങ്ങൾ 10, 20, 25 ലക്ഷം രൂപ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 5 years you don't need, if you don't want to invest that money, you can take back that money. ദെൻ ബാലൻസ് അതിൽ നിന്ന് ജനറേറ്റ് ആയിട്ടുള്ള 25 ലക്ഷം രൂപ ഇപ്പോൾ നോക്കൂ. നിങ്ങൾ ഇതിപ്പോൾ SIP കാൽക്കുലേഷനാണ്. SIP ആണല്ലോ. നമ്മുടെ ലംസം കാൽക്കുലേറ്റർ വെച്ചിട്ട് ആദ്യത്തെ 5 വർഷം നിങ്ങളിപ്പോൾ ഒരു 25 lakhs ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. ആദ്യത്തെ 5 വർഷം നമുക്ക് റിട്ടേൺ 15% കുറഞ്ഞത് എക്സ്പെക്റ്റ് ചെയ്താലും എന്താ സംഭവിക്കുക? അത് 25 ഇൻവെസ്റ്റ് ചെയ്താൽ നേരെ ഡബിളായിട്ട് നമുക്ക് ലഭിക്കും. 50 lakhs ആയിട്ട് നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് റിട്ടേൺ വരും. എന്നിട്ട് നിങ്ങൾ അതിന് മാറ്റി വയ്ക്കൂ. പിന്നെ 25 വെച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാനേജ് ചെയ്യൂ. സോ അതൊക്കെ നിങ്ങളുടെ ഈക്വിറ്റി IQ അനുസരിച്ചിട്ട് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. മ്യൂച്വൽ ഫണ്ട് സ്കീംസിനെ നല്ല രീതിയിൽ നല്ല വിഷനറി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കൂ.
പക്ഷേ ഇത്രയും പറയുന്നു, ഏത് ഫണ്ടിലേക്ക് നിക്ഷേപിക്കണം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി കാണുക. എന്നിട്ട് നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഡിസിഷനിലേക്ക് പോവുക. വേറെ ആരുടെയും പ്രേരണ നിങ്ങളെ അതിനെ ബാധിച്ചിട്ട് ഫ്യൂച്ചറിൽ അതൊരു പ്രോബ്ലമായിട്ട് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മസ്റ്റായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ടോട്ടൽ ഇൻസൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് പലരും പറയുന്നു മ്യൂച്വൽ ഫണ്ട് സഹീഹ, എന്നാലും അവസാനം അവർ ഒരു ഡോപ്പ് അവിടെ വയ്ക്കും. മ്യൂച്വൽ ഫണ്ട് അത്ര സഹിയൊന്നും അല്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവാം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് സഹീഹേ ഫോർ ഹൂം മിനിമം 10 കൊല്ലമോ അതിന് മുകളിലോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് 100% സഹി. അങ്ങനെയാണെങ്കിൽ 5 ഇയേഴ്സ്, അത് ഇനീഷ്യൽ 5 ഇയേഴ്സിലും തീർച്ചയായിട്ടും. പക്ഷേ 3 ഇയേഴ്സ് 2 ഇയേഴ്സ് ഈ ഒരു പീരീഡിലേക്കൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മ്യൂച്വൽ ഫണ്ടിൽ പോകരുത്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഫോൾ. ദി ലോങ്ങർ ദ പീരീഡ് ഡെഫിനറ്റ്ലി യു ഗെറ്റ് ദ റിസൾട്ട്. നിങ്ങൾ സർവ്വസാധാരണമായിട്ട് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവാണ്, നമ്മൾ കോൾഗേറ്റ്, ഇപ്പോൾ പല്ല് തേക്കുന്ന ഉപയോഗിക്കുന്ന കോൾഗേറ്റ് ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ സോപ്പ് ആയിക്കോട്ടെ, ബ്രഷിങ് ഉപയോഗിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഏത് കമ്പനീസ് തന്നെ ആയിക്കോട്ടെ, നാളിതുവരെയുള്ള നിങ്ങൾ 5 കൊല്ലമോ 10 കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു പാക്കറ്റ് സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതേ പിയേഴ്സ് സോപ്പിൻ്റെ വില 5 കൊല്ലം കഴിയുമ്പോൾ സെയിം വിലയിലാണോ നിൽക്കുക? നാച്ചുറലി ഇറ്റ് ഗെറ്റ് ഇൻക്രീസ്ഡ്. ആ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ടാവും. ഒന്ന് ഇൻഫ്ലേഷൻ കാരണം ഇൻഫ്ലേഷൻ കാരണം മാത്രമല്ലോ, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം? ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപിക്കണം ഫോർ എ ലോങ്ങർ പീരിയഡിൽ. മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഉണ്ട്. ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സിൽ നിങ്ങൾ അത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് റേഞ്ചിൽ വരുന്നത്. ലാർജ് ക്യാപ്പ് ഈസ് ഓൾസോ നോട്ട് ദാറ്റ് മച്ച് ബാഡ്. ലാർജ് ക്യാപ്പിൽ ഒരു ചെറിയ പ്രൊപ്പോർഷൻ, കൂടുതൽ മിഡ് ക്യാപ്പ്, കുറച്ച് പ്രൊപ്പോർഷൻ സ്മോൾ ക്യാപ്പിൽ വരുന്ന ഫണ്ട്സ് സെലക്ട് ചെയ്യുക. നല്ല ഫണ്ട് മാനേജറാണോ നോക്കുക, ആൽഫ റേഷ്യോ നോക്കുക, ബീറ്റ റേഷ്യോ നോക്കുക, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഒക്കെ നോക്കുക. ഇതൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾ മറ്റേ നോക്കി പഠിക്കുക. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും. നല്ലൊരു ബിസിനസ്, ഒരു ഗ്രോത്ത് പ്ലാൻ, ഒരു പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനറായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ബേസ്ഡ് ഓൺ യുവർ കപ്പാസിറ്റി അനുസരിച്ചിട്ട്. ചെറിയ തോതിൽ റവന്യൂ ആണെങ്കിൽ ഇത് തന്നെയാണ് എല്ലായിടത്തും ബാധകം. ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റേഞ്ച് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് ഇറ്റ്. സോ വീഡിയോ ഈസ് ഓവർ. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പോലും നിർബന്ധമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, പറ്റാവുന്നത്ര നിങ്ങളെ അറിയുന്ന ഒരാളെങ്കിലും അവർക്കും നിങ്ങളിത് പകർന്നു കൊടുക്കുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.